നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ കാഞ്ഞങ്ങാട്. 9 മാസത്തിലധികം നീണ്ട ബഹിരാകാശ ജീവിതത്തിനു ശേഷം സുനിത വില്യംസും ബ്യൂച്ച് വിൽമോറും ക്രൂ 9 മറ്റ് അംഗങ്ങൾക്കൊപ്പം സുരക്ഷിതരായി ഭൂമിയിലെത്തി. ഇന്ത്യൻ സമയം ഇന്ന് പുലർച്ചെ 3:30 മെക്സിക്കോ ഉൾക്കടലിലാണ് ഡ്രാഗൺ പേടകം സുരക്ഷിതമായി ലാൻഡ് ചെയ്തത്. കപ്പലിലേക്ക് മാറ്റിയ പേടകത്തിൻ്റെ വാതിൽ തുറന്ന് സുനിത വില്യംസിനെയും ബൂച്ച് വിൽമോറിനെയും ഡ്രാഗൺ ക്യാപ്സ്യൂളിൽ നിന്ന് പുറത്തെടുത്തു. മൂന്നാമതായാണ് സുനിത വില്യംസ് പുറത്തിറങ്ങിയത്. ഇനി അവരെ 45 ദിവസത്തെ പുനരധിവാസ പരിപാടിക്കായി ഹൂസ്റ്റണിലേക്ക് കൊണ്ടുപോകും. ബസ്സിൽ നിന്നിറങ്ങി ലഗേജുമായി പോകുന്നവർക്കെതിരെ പോലും കേരളത്തിൽ നോക്കുകൂലി ചുമത്തുന്നുവെന്ന വിമർശനവുമായി രാജ്യസഭയിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ. CPMകാരാണ് നോക്കുകൂലിക്ക് പിന്നിലെന്നും അങ്ങനെയുള്ള കമ്മ്യൂണിസമാണ് കേരളത്തിലുള്ളതെന്നും ആ കമ്മ്യൂണിസമാണ് കേരളത്തിൽ വ്യവസായം തകർത്തതെന്നും നിർമ്മല സീതാരാമൻ ആരോപിച്ചു. കേരളത്തിൽ റെയിൽവേയുടെ വികസനത്തിന് സ്ഥലം ഏറ്റെടുക്കുന്നതിൽ വലിയ വീഴ്ചയാണെന്നും പദ്ധതിക്ക് ആവശ്യമായതിൻ്റെ 14% ഭൂമിയാണ് കേരളം ഏറ്റെടുത്ത് നൽകുന്നതെന്നും റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. പാർലമെന്റിലെ റെയിൽ ബജറ്റ് ചർച്ചയ്ക്കുള്ള മറുപടിയിലായിരുന്നു ഈ പ്രതികരണം. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ കൂടിക്കാഴ്ച ദുരൂഹമെന്ന ആരോപണം ഘടിപ്പിച്ച് പ്രതിപക്ഷം. മകൾക്കെതിരെ ധനമന്ത്രിയുടെ കീഴിലുള്ള ഏജൻസി അന്വേഷണം നടത്തുമ്പോൾ നിർമ്മല സീതാരാമനെ ക്ഷണിച്ച് മുഖ്യമന്ത്രി ചർച്ച നടത്തിയത് സംശയകരമാണെന്ന് MK പ്രേമചന്ദ്രൻ MP കുറ്റപ്പെടുത്തി. അതേസമയം കൂടിക്കാഴ്ചയുടെ വിവരങ്ങൾ മുഖ്യമന്ത്രി പുറത്തു പറയാത്തിടത്തോളം ദുരൂഹത തുടരുമെന്ന് രമേശ് ചെന്നിത്തലയും വിമർശിച്ചു. കോഴിക്കോട് താമരശ്ശേരിക്കടുത്ത് ഈങ്ങാപ്പുഴയിൽ ഭാര്യയെ ലഹരിക്കടിമയായ ഭർത്താവ് വെട്ടിക്കൊന്നു. യാസിർ എന്നയാളാണ് ഭാര്യ ഷിബിലയെ വെട്ടിക്കൊലപ്പെടുത്തിയത്. ഷിബിലയുടെ പിതാവ് അബ്ദുറഹ്മാൻ, മാതാവ് ഹസീന എന്നിവർക്കും വെട്ടേറ്റു. അബ്ദുറഹ്മാന്റെ നില ഗുരുതരമാണ്. ലഹരി ഉപയോഗിച്ചെത്തിയ യാസിർ ഭാര്യയുടെ വീട്ടിലെത്തി ആക്രമണം നടത്തുകയായിരുന്നുവെന്നാണ് അയൽവാസികൾ പറയുന്നത്. യാസിറിന്റെ മർദ്ദനത്തെ തുടർന്ന് ഷിബില ദിവസങ്ങൾക്ക് മുമ്പ് സ്വന്തം വീട്ടിലേക്ക് താമസം മാറ്റിയതായിരുന്നു. ഈങ്ങാപ്പുഴയിൽ ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തുകയും ഭാര്യയുടെ മാതാപിതാക്കളെ വെട്ടിപ്പരിക്കേൽപ്പിക്കുകയും ചെയ്തത് ഒളിവിൽ പോയ പ്രതി യാസിർ കസ്റ്റഡിയിൽ. കോഴിക്കോട് മെഡിക്കൽ കോളേജ് പാർക്കിംഗ് ഏരിയയിൽ നിന്നാണ് യാസിർ പിടിയിലായത്. ആക്രമണത്തിനു ശേഷം രക്ഷപ്പെട്ട കാറിൽ തന്നെയാണ് ഇയാൾ മെഡിക്കൽ കോളേജിലെത്തിയത്. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിൽ പ്രതി അഫാനെതിരെ ആദ്യമായി അമ്മ ഷെമിയുടെ മൊഴി. അഫാൻ ആദ്യം കഴുത്ത് ഞെരിച്ച് ചുമരിൽ തലയടിച്ചുവെന്നും ബോധം വന്നപ്പോൾ മകൻ തന്നെയാണ് ചുറ്റികൊണ്ട് തലക്കടിച്ചതെന്നും ഷെമി പോലീസിന് മൊഴി നൽകി. ഭർത്താവ് അറിയാതെ 35 ലക്ഷം രൂപയുടെ കടമുണ്ടെന്നും അവർ മൊഴിയിൽ പറയുന്നു. സംഭവ ദിവസം 50,000 രൂപ കടം തിരികെ നൽകണമായിരുന്നു. തട്ടത്തുമലയിലെ ബന്ധുവീട്ടിൽ ഉൾപ്പെടെ മകനുമായി പോയി. അധിക്ഷേപങ്ങൾ കേട്ടത് മകന് സഹിച്ചില്ലെന്നും ഇതിനുശേഷമാണ് അഫാൻ ആക്രമിച്ചതെന്നും ഷെമി പറഞ്ഞു. പൊതുവിദ്യാഭ്യാസ മേഖലയുടെ വികസനത്തിനായി കുടിശ്ശികയടക്കം കേരളത്തിന് ലഭിക്കേണ്ട കേന്ദ്രവിഹിതം 11,086.84 കോടി രൂപയാണെന്ന് പൊതുവിദ്യാഭ്യാസവും തൊഴിൽ വകുപ്പ് മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞു. PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചില്ലെന്നും പറഞ്ഞ് കേരളത്തിന് അർഹമായ വിഹിതം കേന്ദ്ര സർക്കാർ തടഞ്ഞുവെച്ചിരിക്കുകയാണെന്നും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും ഗുണനിലവാരമുള്ളതുമായ വിദ്യാഭ്യാസത്തിന് പ്രതിജ്ഞാബദ്ധമായ കേരള മോഡലിനെ ദുർബലപ്പെടുത്താനുള്ള നീക്കത്തിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്തിരിയണമെന്നും മന്ത്രി V ശിവൻകുട്ടി ആവശ്യപ്പെട്ടു. കണ്ണൂർ വിമാനത്താവളത്തിന് ഭൂമി ഏറ്റെടുക്കാൻ സമയബന്ധിതമായ നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഇക്കാര്യങ്ങൾ ബന്ധപ്പെട്ടവരുമായി വിശദമായി ചർച്ച ചെയ്യുന്നതിന് മുഖ്യമന്ത്രി തലത്തിൽ ഈ മാസം 9 യോഗം ചേരാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ, KV സുമേഷ് എന്നിവരുടെ സബ്മിഷന് മറുപടി പറയുകയായിരുന്നു മുഖ്യമന്ത്രി. വയനാട് ഉരുൾപൊട്ടൽ പുനരധിവാസത്തിൽ 2Bയുടെ അന്തിമ ലിസ്റ്റ് ഉടൻ പുറത്തിറങ്ങും. ഈ ലിസ്റ്റിൽ പരാതി നൽകിയ 30 പേരെ കൂടി ഉൾപ്പെടുത്താൻ സാധ്യതയുണ്ട്. ഇതോടെ ടൗൺഷിപ്പിന് അർഹരായ ദുരന്തബാധിതരുടെ എണ്ണം 430 അടുത്തെത്തിയേക്കും. അതേസമയം 7 സെന്റ് ഭൂമിയും വീടും അല്ലെങ്കിൽ 15 ലക്ഷം എന്ന പാക്കേജിനോട് ദുരന്തബാധിതർ എതിർപ്പ് തുടരുകയാണ്. ഇതുവരെ സമ്മതപത്രം നൽകിയത് 51 പേർ മാത്രമാണെന്ന് അധികൃതർ വ്യക്തമാക്കി. മുഖ്യമന്ത്രി പിണറായി വിജയൻ CPM സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ച നവകേരളത്തെ നയിക്കാൻ പൊതുവഴികൾ എന്ന രേഖയിലുള്ള നിർദ്ദേശങ്ങളിൽ വിയോജിപ്പ് ഉയർന്നെന്ന് CPM മുഖപത്രമായ പീപ്പിൾസ് ഡെമോക്രസി വെളിപ്പെടുത്തി. ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് നിർദ്ദേശങ്ങൾ നടപ്പാക്കൂവെന്ന് പ്രതിനിധികൾ ആവശ്യപ്പെട്ടതായും പരമ്പരാഗത മേഖലകളെ സംരക്ഷിക്കണമെന്ന നിർദ്ദേശം ഉയർന്നുവെന്നും സമഗ്ര ചർച്ചയ്ക്ക് ശേഷമേ നടപ്പാക്കൂ എന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയെന്നും പീപ്പിൾസ് ഡെമോക്രസിയിലെ റിപ്പോർട്ടുകൾ പറയുന്നു.
അഴിമതി രഹിത തദ്ദേശ സ്ഥാപനങ്ങൾ എന്ന ലക്ഷ്യത്തിനായി അഴിമതിക്കെതിരെ പരാതി നൽകാനുള്ള സിംഗിൾ വാട്സാപ്പ് നമ്പർ പുറത്തിറക്കി തദ്ദേശ സ്വയംഭരണ പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി എം.ബി. രാജേഷ്. 8078066060 എന്ന നമ്പർ ചടങ്ങിൽ മന്ത്രി പ്രഖ്യാപിച്ചു. വകുപ്പിൽ സുതാര്യത ഉറപ്പുവരുത്തുന്നതിലും സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും അതിന്റെ ഭാഗമായാണ് വെബ്സൈറ്റ് നവീകരണവും അഴിമതി റിപ്പോർട്ട് ചെയ്യാനുള്ള പൊതു വാട്സാപ്പ് നമ്പറും നടപ്പാക്കിയിട്ടുള്ളതെന്നും മന്ത്രി വ്യക്തമാക്കി. ആശാ വർക്കർമാരുടെ സമരത്തെ തകർക്കാൻ സർക്കാർ ശ്രമിക്കുന്നുവെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് കെ. സുരേന്ദ്രൻ പറഞ്ഞു. ആശാ വർക്കർമാർക്ക് പിന്തുണയുമായി 27, 28 തീയതികളിൽ സെക്രട്ടേറിയറ്റ് നടയിൽ സ്ത്രീകളുടെ രാപ്പകൽ സമരം സംഘടിപ്പിക്കുമെന്നും ആയിരക്കണക്കിന് സ്ത്രീകൾ സമരത്തിൽ പങ്കെടുക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. സമരത്തെ അട്ടിമറിക്കാൻ CPM നടത്തുകയാണെന്നും എല്ലാ കേന്ദ്രത്തിന്റെ തലയിലിടാനുള്ള സംസ്ഥാനത്തിന്റെ ശ്രമം പാളിയെന്നും പാർലമെന്റിൽ ആരോഗ്യമന്ത്രി JP നദ്ദ എല്ലാം വ്യക്തമാക്കിയതോടെ കേരളത്തിന് കുടിശ്ശിക ഒന്നുമില്ലെന്ന സത്യം ബോധ്യമായി എന്നും സുരേന്ദ്രൻ പറഞ്ഞു. സെക്രട്ടേറിയറ്റ് പടിക്കൽ അനിശ്ചിതകാല രാപ്പകൽ സമരം തുടങ്ങി അംഗൻവാടി ജീവനക്കാരും മിനിമം കൂലി 21,000 ആക്കണമെന്നും കുടിശ്ശികയായ ക്ഷേമനിധി ആനുകൂല്യം വിതരണം ചെയ്യണമെന്നും വിരമിക്കൽ ആനുകൂല്യം വേണമെന്നടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. സമരത്തിൽ പങ്കെടുക്കുന്ന ജീവനക്കാർക്ക് ഓണറ്റേറിയം നൽകരുതെന്ന വനിതാ ശിശു വികസന ഡയറക്ടറുടെ ഉത്തരവിനെതിരെയും ജീവനക്കാർ പ്രതിഷേധത്തിലാണ്. കൊല്ലം മുളിയക്കോവിൽ വിദ്യാർത്ഥിയെ കുത്തിക്കൊലപ്പെടുത്തി ആത്മഹത്യ ചെയ്ത പ്രതി തേജസിന് ക്രിമിനൽ പശ്ചാത്തലമൊന്നുമില്ലെന്ന് നാട്ടുകാർ. അയൽവാസികളുമായും നല്ല ബന്ധത്തിലായിരുന്നുവെന്നും തേജസും ഫെബിൻ്റെ സഹോദരിയും തമ്മിലുള്ള വിവാഹം ഉറപ്പിച്ചിരുന്നു. പിന്നീട് ഇതിൽ നിന്ന് പിന്മാറിയതാണ് തേജസിന് വൈരാഗ്യമുണ്ടാകാൻ കാരണമെന്നും പോലീസ് വ്യക്തമാക്കുന്നു. യുവതിയെയും മാതാപിതാക്കളെയും കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെയാണ് തേജസ് എത്തിയതെന്നും പോലീസ് പറഞ്ഞു. കൊല്ലം മുളിയക്കോവിൽ വിദ്യാർത്ഥിയെ കുത്തിക്കൊലപ്പെടുത്തി ആത്മഹത്യ ചെയ്ത പ്രതി തേജസ് രാജ് വീട്ടിലേക്ക് എത്തിയത് പർദ്ദ ധരിച്ചെന്ന് കൊല്ലപ്പെട്ട ഫെബിൻ്റെ അമ്മ പറഞ്ഞു. കോളിംഗ് ബെൽ അടിച്ച് വാതിൽ തുറന്ന ഉടനെ തേജസ് വീട്ടിനുള്ളിലേക്ക് ഓടിക്കയറി. മുഖം വ്യക്തമായി തന്നെ കണ്ടുവെന്നും കയ്യിലുണ്ടായിരുന്ന പെട്രോൾ തേജസ് വീടിനുള്ളിൽ ഒഴിച്ചു തുടർന്നായിരുന്നു ആക്രമണമെന്നും അമ്മ പറഞ്ഞു. ആക്രമണത്തിന് ശേഷം കൂസലില്ലാതെ തേജസ് നടന്നുപോയെന്നും അമ്മ കൂട്ടിച്ചേർത്തു. ഭൗതിക വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്കായി വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന 93 സ്കൂളുകൾ കൂടി അടച്ചുപൂട്ടൽ ഭീഷണി. സർക്കാർ സഹായത്തിന് 18 വയസ്സിന് താഴെയുള്ള 20 കുട്ടികൾ വേണമെന്ന നിബന്ധനയാണ് തിരിച്ചടിയാകുന്നത്. മാനദണ്ഡങ്ങൾക്ക് പുറത്ത് എന്ന കാരണം പറഞ്ഞ് കഴിഞ്ഞ വർഷം പൂട്ടിയത് 43 സ്കൂളുകളാണ്. കേരളത്തിലെ എല്ലാ ആദിവാസി ഊരുകളിലും 18 വയസ്സിന് മേൽ പ്രായമുള്ളവരെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തി വരും തെരഞ്ഞെടുപ്പുകളിൽ സമ്പൂർണ്ണ പോളിംഗ് ഉറപ്പാക്കുമെന്ന് സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ കാര്യാലയം അറിയിച്ചു. അട്ടപ്പാടിയിലെ വിദൂര പ്രാക്തന ഗോത്ര ഊരായ ഗോട്ടിയാർഖണ്ഡി ഊരിൽ 18 വയസ്സ് പൂർത്തിയായ മുഴുവൻ ആളുകളെയും കണ്ടെത്തി വോട്ടർ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയതോടെ സംസ്ഥാനത്ത് 7 ആദിവാസി ഊരുകളിൽ 18 കഴിഞ്ഞ മുഴുവൻ പേരെയും വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്താനായി. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.